പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം ആചരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കീരിക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളുമായി തന്റെ ജീവിതമാണ് തന്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ധീരനായ പോരാളിയായിരുന്നു മഹാത്മാഗാന്ധി. ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് 1920 മുന്നണിയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ വരെ ഏതാണ്ട് 1 ലക്ഷം പേരെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ഹോമിക്കപ്പെട്ടത്. മണ്ഡലം പ്രസിഡന്റ് വിശാഖ പത്തിയൂർ അധ്യക്ഷനായി. വർഗീയവാദികൾ ഇല്ലാതാക്കിയിട്ട് 78 വർഷം തികഞ്ഞിരിക്കുകയാണ്. നമ്മൾ രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് ജനുവരി 30 ആചരിക്കുന്നത്. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തനാൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 78 വർഷം തികയുമ്പോൾ ഗാന്ധി എന്ന പേരും ഗാന്ധി ഉയർത്തിയ ആശയങ്ങളും ഗാന്ധിയുടെ സമരരീതികളും എല്ലാം ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ കാലിക പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാവിന്റെ പേരിലുള്ള ഒരു പദ്ധതി അട്ടിമറിക്കാൻ ശ്രമത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധവും നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ആർ ശംഭു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കെ രാജേന്ദ്രകുമാർ, ശ്രീജിത്ത് ഏവൂർ, ആദർശ മഠത്തിൽ, ഏവൂർ തമ്പി, വിനോദ് പൂവടിയിൽ, വിജയമോഹൻ, നവാസ് പൂവടിയിൽ, തങ്കച്ചൻ, രാജൻ നാരായണനാചാരി, ഇർഷാദ് പൊടിയൻ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.